പുഷ്പയുടെ നല്ല സ്നേഹമുണ്ട്. സ്ട്രെയിറ്റ് ആയിട്ട് പോയിട്ടാണ് പുഷ്പ 2 കണ്ടത്. ഞാൻ ഉറങ്ങിപ്പോയി. ബറോസ് വന്ന സമയത്ത് എല്ലാ ആൾക്കാരും എക്സ്പെക്ട് ചെയ്തത് ഞാൻ മുട്ടയടിക്കുന്നു. അത് അങ്ങനെ ആൾക്കാരെ വാക്കും കേട്ട് മുട്ടയെടുത്ത് പിന്നെ മുടി വന്നില്ല എന്ത് ചെയ്യും? അവേഴ്സ് വെയിറ്റ് ചെയ്ത് വീഡിയോ പിന്നെ കാണാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഹായ് വളച്ചൻ കോക്കെന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും കമ്പനീൻ്റെ ഇത് പറയുകയാണെങ്കിൽ ആൾക്കാരെ മൂഡ് പോയില്ലേ? പല കമ്പനീസ് എനിക്ക് വൻ എമൗണ്ട് ഓഫർ ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഒരു വീഡിയോക്ക് പെർ. പിന്നെ ചില സിനിമകൾ ഞാൻ കാണാറേ ഇല്ല. കാണേണ്ട ആവശ്യം എനിക്കും ഇല്ല, അതിൻ്റെ റിവ്യൂ കാണേണ്ട ആവശ്യം നാട്ടുകാർക്കും ഇല്ല. പിന്നെ ഞാൻ വെറുതെ പോയിട്ട് ഇതിന് സമയം കളയണോ? എത്ര ലക്ഷം വരെ ഒരു മാസം ഉണ്ടാക്കിയിട്ടുണ്ട്? ഇത് ഒരു പക്ഷെ എൻ്റെ ഫെയിം എന്ന് പറഞ്ഞാൽ കുറച്ച് കുഴപ്പം പിടിച്ച ഫെയിമാണ്. ആളുകൾ സെൽഫി എടുക്കാൻ വരുന്ന ആൾക്കാരുണ്ടാവും, എന്നെ ഇടിക്കാൻ വരുന്ന ആൾക്കാരുണ്ടാവും. എനിക്ക് ശത്രുക്കളുണ്ട്, എന്നെ ആരാധിക്കുന്ന ആൾക്കാരുണ്ട്. ഇമോഷണലി ഒരു മാസ് സീൻസ് അങ്ങനെ കാണാൻ വേണ്ടി വെമ്പ് നിൽക്കുന്ന സമയത്ത് ഒരു മാസ് സീൻ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ കണ്ണതറിയും. എനിക്ക് സത്യം പറയാം, ഞാൻ ജീവിക്കുന്നത് എന്തിനാണ് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. കാരണം ഇത് എല്ലായ്പ്പോഴും ഇത് തന്നെ. രാവിലെ എഴുന്നേൽക്കുന്നു, സിനിമ കാണാൻ പോകുന്നു, റിവ്യൂ ചെയ്യുന്നു, കുറേ ആൾക്കാർ ഇതിനെ പോസിറ്റീവ് പറയും, നെഗറ്റീവ് പറയുന്നു. ഇപ്പം സിനിമയിൽ അഭിനയിക്കാനായിട്ട് ആരെങ്കിലും വിളിക്കാറുണ്ടോ? പിന്നെ എനിക്കിപ്പോൾ ചാൻസ് ഒരു സിനിമയിൽ കിട്ടില്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സിനിമയിൽ അഭിനയിക്കാൻ വിളിക്കാറുണ്ട്, സിനിമയിൽ സ്ക്രിപ്റ്റ് എഴുതാൻ വിളിക്കാറുണ്ട്, സിനിമ ഡയറക്റ്റ് ചെയ്യാൻ വിളിക്കാറുണ്ട്. ഇവിടുത്തെ വമ്പൻ പ്രൊഡ്യൂസേഴ്സ് നാളെ പറഞ്ഞാൽ നാളെ ഷൂട്ട് തുടങ്ങുമെന്ന് പറയാറുണ്ട്. ആലോചിച്ചിട്ട് സംസാരമല്ല, സംസാരിച്ചിട്ട് ആലോചനയാണോ എന്ന് വരെ ആളുകളെ കൊണ്ട് ചോദിപ്പിക്കാറുണ്ട് താങ്കൾ? പൊതുജന താല്പര്യാർത്ഥം മറ്റേ സർവീസ് ഒന്നുമല്ല ഞാൻ ചെയ്യുന്നത്. എനിക്ക് ഒരു സിനിമ കണ്ട് തോന്നുന്ന അഭിപ്രായം പറയുന്നു. അത് ആളുകൾ എന്തെടുത്തു കഴിഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല. എല്ലാവർക്കും ഏറെ പരിചിതമായ മുഖമാണ് ഇന്ന് എൻ്റെ മുന്നിലുള്ളത്. അശ്വന്ത്, വെൽക്കം. താങ്ക് യു. താങ്കളൊരു സ്കൂൾ ടീച്ചറാണ്, +2 പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. എൻ്റെ മോനെയൊക്കെ സ്കൂളിൽ 2 ആഴ്ച കൂടുമ്പോൾ ടീച്ചേഴ്സ് മുടി വളർന്നു എന്ന് പറഞ്ഞ് വഴക്ക് പറഞ്ഞ് എഴുതിയൊക്കെ വിടാറുണ്ട്. പ്ലീസ് കട്ട് ന്യൂസ് ഹെയർ എന്നൊക്കെ പറഞ്ഞിട്ട്. താങ്കളൊരു സാറായിട്ട് പഠിപ്പിക്കാൻ ചെല്ലുമ്പോൾ അവിടെ പ്രശ്നമൊന്നുമില്ലേ? ഫ്രീക്കാണല്ലോ. അല്ല, അതിന് 2 ഉത്തരമുണ്ട്. ഒന്ന്, ഞാനിപ്പോൾ ലീവിലാണ്. പക്ഷെ ലീവില്ലാത്തപ്പോൾ ഞാൻ ഹെയർ വെക്കാറുണ്ട്. നമ്മുടെ ഒരു ഇൻഡിവിജ്വൽ ഫ്രീഡമാണ്. പിന്നെ പിള്ളേരുടെ അടുത്ത് ഹെയർ കട്ട് ചെയ്യാൻ പറയുന്നത് അവർ കുറച്ചുകൂടെ ഒന്ന് ഡിസിപ്ലിൻഡായിട്ട് വരണം എന്നുള്ളതിൻ്റെ ഒരു ഭാഗമായിട്ടാണ്. ഞാൻ പക്ഷേ പിള്ളേരുടെ അടുത്ത് പറയാറില്ല. അതുകൊണ്ട് എനിക്കത് ബാധ്യമായിട്ട് വന്നിട്ടുമില്ല ഇതുവരെ. സ്കൂളിൽ നിന്നും പറഞ്ഞിട്ടില്ലേ ടീച്ചർ? അവിടെ മാനേജർ അല്ല, പ്രിൻസിപ്പൾ ഇത് ഞാൻ ഗവൺമെൻറ് സ്റ്റാഫാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് അങ്ങനെ ഒരു നോമില്ല, മുടി വെട്ടണം എന്നില്ല. പക്ഷേ പ്രിൻസിപ്പൽമാരെ ഇടയ്ക്ക് പറയണ്ട, അശ്വന്തേ ഒന്ന് മുടി വെട്ടണം എന്ന് പറയും. കാരണം പിള്ളേർ പറയല്ലോ, സാറ് മുടി വെച്ചില്ലേ, അപ്പോൾ പിന്നെ നമുക്ക് വെച്ചുകൂടെ? ഞങ്ങൾക്ക് ആവാലോ. അതെ, അങ്ങനെ ക്വസ്റ്റ്യൻ വരാറുണ്ടായിരുന്നു മുൻപ്. പക്ഷെ ഇപ്പം ഞാൻ കറൻറ്റ്ലി ആം ഓൺ ലീവ്, അതുകൊണ്ട് പ്രശ്നമില്ല. ഇത് റെഗുലർ ആയിട്ട് വെച്ചതാണ് അതോ ഇനി പുതിയ ഏതെങ്കിലും റിവ്യൂവിന് വേണ്ടിയിട്ട് മുടി വളർത്ത് റെഡി ആയിരിക്കുന്നത്? അല്ല, മുടി പൊതുവെ ഞാൻ കുറച്ചധികം വെക്കാറുണ്ട്. പിന്നെ റിവ്യൂ ഉള്ള സമയത്ത് ഞാൻ വിഗ് യൂസ് ചെയ്യും. ബാക്കി ബേഡിലാണ് കളിക്കുന്നത് കൂടുതലും. പിന്നെ ഇപ്പം താങ്കളുടെ കരിയർ ഞാൻ എടുത്ത് നോക്കുകയാണെങ്കിൽ FB പോസ്റ്റുകൾ, FB ഗ്രൂപ്പുകൾ, അതിനുശേഷം ഇപ്പോൾ യൂട്യൂബിലോട്ടൊക്കെ വരികയാണെങ്കിലും സ്റ്റഡി ഫോളോയിങ് ഉള്ള ഒരു പേജാണ്. അപ്പോൾ ആദ്യം മുതൽ ഇത് തുടങ്ങുമ്പോൾ നമുക്ക് എല്ലാത്തിനും ഒരു ലക്ഷ്യങ്ങൾ, ഇപ്പോൾ പഠിക്കുന്നത് നമ്മൾ ജോലി കിട്ടാനാണ്, സുഖമായിട്ട് ജീവിക്കാനാണെന്ന് പറയുന്ന പോലെ തന്നെ നമുക്കൊരു ലക്ഷ്യമുണ്ട്. പോസ്റ്റ്, ഗ്രൂപ്പ്, മോണിറ്ററി ബെനിഫിറ്റ്സ്, ഫെയിം, അങ്ങനെ പലത്. ശരിക്കും ഇത് വരുന്നത് മോണിറ്ററി ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണോ അതോ പ്രശസ്തി? ഏത് ഒരു പോയിന്റ് മുന്നിൽ കണ്ടിട്ടാണ് ശരിക്കും ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്? അല്ല, അങ്ങനെ ഒന്നും പ്ലാൻഡ് അല്ല. എല്ലാവരുടെ പറയാം മന്നെ ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കില്ല മന്നെ എന്ന് പറയും പോലെ അതങ്ങനെ സംഭവിച്ചാണ്. അതായത് ഞാൻ ആദ്യം എഴുത്തായിരുന്നു. അതായത് സോഷ്യൽ മീഡിയ വരുന്നതിന് മുൻപേ ഞാൻ പെണ്ണെടുത്തിട്ട് പേപ്പറിൽ എഴുതുമായിരുന്നു. അതിനുശേഷം ഞാൻ പോസ്റ്റായിട്ട് ഇടും, എസ്പെഷ്യലി മൂവി ഗ്രൂപ്പ്സിൽ, CPC, സിനിമ പാരഡൈസ് ക്ലബ്ബ്, മൂവി സ്ട്രീറ്റ് ഒക്കെ. അതിനുശേഷം പിന്നെ പല ഗ്രൂപ്പ്സ് തന്നെ പുറത്താക്കി. അതിനുശേഷം പിന്നെ ഞാൻ സ്വന്തമായിട്ട് വാളിൽ എഴുതിയിടാൻ തുടങ്ങി. പിന്നെ ലേറ്റർ ഓൺ നമുക്കിങ്ങനെ പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, വീഡിയോ ചെയ്യാനുള്ള പ്ലാറ്റ്ഫോമിൻ്റെ FBയിലിടാം, യൂട്യൂബിലിടാം. അങ്ങനെ ഗ്രാജ്വലി അതങ്ങനെ ഒരു എവല്യൂഷൻ്റെ ഭാഗമായിട്ട് എല്ലാവരെയും പോലെ എനിക്ക് സംഭവിച്ചാണ്. അല്ലാതെ ഇതിൽ നിന്ന് പൈസ കിട്ടുമെന്ന് പറഞ്ഞിട്ട് വന്നതല്ല. ഫ്രീഡം കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണോ സ്വന്തമായിട്ട് തുടങ്ങി? പല പേജുകളിൽ എഴുതിയ ആൾ സ്വന്തമായിട്ട് വരുന്നത് സ്വയം എക്സ്പ്രസ് ചെയ്യാനുള്ള ഫ്രീഡത്തിന് വേണ്ടിയിട്ടാണോ? ഓഫ് കോഴ്സ്. കാരണം ഇപ്പോൾ ഓരോ ഗ്രൂപ്പിനും ഓരോ അജണ്ടയുണ്ട്. അവർ പ്രയോറിറ്റൈസ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്, സെറ്റ് ഓഫ് ഫിലിം മേക്കേഴ്സുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സിനിമ ഗ്രൂപ്പ് എടുക്കുകയാണെങ്കിൽ അപ്പോൾ അവർക്ക് അനുകൂലമല്ലാതായിട്ട് നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഒന്നാമതായിട്ട് അപ്രൂവൽ കിട്ടില്ല. ക്ലോസ്ഡ് ഗ്രൂപ്പ്സ് ആവുന്ന സമയത്ത് അഡ്മിൻ അപ്രൂവൽ ഉണ്ടെങ്കിൽ അപ്രൂവൽ കിട്ടില്ല. പിന്നെ അപ്രൂവ് ചെയ്ത ഒരു പോസ്റ്റ് ആണെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ അവർ ഡിലീറ്റ് ചെയ്യും, കമൻസ് ഡിലീറ്റ് ചെയ്യും, നമ്മളെ ബാൻ ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഇത് ആർക്കും തുടങ്ങാമല്ലോ. അങ്ങനെ ഞാൻ എൻ്റെതായിട്ടുള്ള ഗ്രൂപ്പ് തുടങ്ങിയതും പിന്നെ അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. പരാതികളും ബാനിങ്ങുകളും ഒന്നും ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല, കൂടെ ഉള്ളതാണ്. അതുപോലെ ഇപ്പം മാരിവില്ലൻ ഗോപുരങ്ങൾ ഞാൻ ആ റിവ്യൂ കാണുന്നു, പക്ഷെ പിന്നെ അത് കേസ് പ്രശ്നങ്ങൾ ഇതൊക്കെ ആയി കഴിഞ്ഞിട്ട് ഒരു ദിവസം കൊണ്ട് തന്നെ അത് വലിച്ചു. പക്ഷെ എനിക്കതിൽ മനസ്സിലാവാതെ വന്നൊരു കാര്യം, ബാന്ദ്ര, കിങ് ഓഫ് കൊത്ത, ഇതിൻ്റെയൊക്കെ റിവ്യൂസ് നിങ്ങൾ യാതൊരു ഭയവുമില്ലാതെ അവിടെ ഇട്ട ഒരാളാണ്. അത് അവിടെ ഹോൾഡ് ചെയ്ത് അതവിടെ കിടപ്പുണ്ട്. പക്ഷെ ഇത് താരതമ്യേന ചെറിയ ബഡ്ജറ്റുള്ളൊരു സിനിമയാണ്. അതൊരു ദിവസം കൊണ്ട് തന്നെ അത് പിൻവലിക്കുകയാണ്. അപ്പം അത് എന്തുകൊണ്ടാണ് അത്രയും സിനിമകളെ ഹോൾഡ് ചെയ്ത് വരണം? ഈ ഒരു ബഡ്ജറ്റ് കുറവുള്ളൊരു ചെറിയ സിനിമ അതിലൊരു വിഷമം തോന്നിയോണ്ടാണോ, ചെയ്തത് തെറ്റാൻ തോന്നിയോണ്ടാണോ? അന്ന് എനിക്ക് ഉത്തരം തന്നില്ല. എന്തുകൊണ്ടാണ് അത് പിൻവലിച്ചത്? അല്ല, അത് ഒരു ഉത്തരം നിങ്ങളെ ചോദ്യത്തിൽ തന്നെ ഉണ്ട്. വളരെ ചെറിയ ബഡ്ജറ്റിൽ വന്നൊരു സിനിമയാണ്.
അപ്പോൾ അത് വളരെ ഗ്രോസ് ആയിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് ആ സിനിമയ്ക്ക് എല്ലാ സിനിമയ്ക്കും ഞാൻ അങ്ങനെ തന്നെ പറയാറുള്ളത്. പക്ഷെ പിന്നീട് ആലോചിച്ച സമയത്ത് അത് കുറച്ച് ഓവറായി പോയെന്ന് എനിക്ക് തന്നെ തോന്നി. പിന്നെ ആ സമയത്ത് അങ്ങനെ ഒരു മൂഡിൽ ആയിരുന്നില്ല ഞാൻ ഉണ്ടായിരുന്നത്. ലൈക്ക് അതിൻ്റെ പുറകെ പോയി പിന്നെ കേസായി ഇതായി അങ്ങനെ. അപ്പോൾ അന്നത്തെ എൻ്റെ ചില പേഴ്സണലായിട്ടുള്ള ഇഷ്യൂസ് കൊണ്ട് കൂടെ ഞാനത് ഗീവ് അപ്പ് ചെയ്തതാണ്. പക്ഷേ പിന്നീട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അത് ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നെനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് സംഭവിച്ചു. അത് ഞാനങ്ങനെ വിട്ട് കളഞ്ഞു. അല്ല, ഇനി അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെയുള്ള ഒരു പരിപാടി എൻ്റെ വന്നിട്ടുണ്ടാവില്ല. അത് അന്ന് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു വീക്ക് പോയിന്റിൽ ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ടൈമായിരുന്നു. അപ്പോൾ എനിക്ക് ഇതിൻ്റെ പുറകെ പോയി അത് വള്ളി പിടിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ വിട്ട് കളഞ്ഞു. എപ്പോഴും അപ്പിയറൻസിൽ ഇപ്പം ഈ വിഗുകളും സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് വരിക. ചിലർ അതിനൊരു ആംഗിൾ പറയാറുണ്ട്, ഇത് കളിയാക്കാൻ വേണ്ടിയിട്ട് അശ്വന്ത് ചെയ്യുന്നൊരു കാര്യമാണ്. ചിലർ പറയും ഇല്ല അത് സർക്കാസമാണ്. ഇപ്പം ചിലർ പറയും അത് എൻ്റർടൈൻമെൻറ്റ്. ഡിഫറെൻറ്റ് പല ഒപ്പീനിയൻസ് പറയാറുണ്ട്. പക്ഷേ അശ്വന്ത് കോക്കനടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഈ പറയുന്ന കോസ്റ്റ്യൂമിലും അപ്പിയറൻസിലും ഒക്കെ ചേഞ്ചസ് കൊണ്ടുവരുന്നത് ഏത് പേർപ്പസിന് വേണ്ടിയിട്ടാണ്? അല്ല, അത് മൾട്ടി പർപ്പസാണ്. ഒരു പർട്ടിക്കുലർ പർപ്പസ് മാത്രമല്ല. ഇപ്പോൾ ഒന്നാമതായിട്ട് നമ്മളൊരു ക്യാരക്ടർ പിടിച്ച് ചെയ്യുന്ന സമയത്ത് അതൊരു ഇമ്പാക്റ്റ് എനിക്ക് പേഴ്സണലി റിവ്യൂ പറയുമ്പോഴും കിട്ടും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ആവേശം കണ്ടുവന്ന് കഴിഞ്ഞ് റിവ്യൂ ചെയ്യുന്ന സമയത്ത് രംഗണ്ണ ഈസ് ഇൻസൈഡ് മീ. അപ്പോൾ അത് രംഗണ്ണ എന്ന് പറഞ്ഞിട്ട് ആ ഒരു മൂഡ് എനിക്ക് പേഴ്സണലി കിട്ടും. അത് കാണുന്ന ആൾക്കാർക്കും കിട്ടും. ഇതൊരു പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് ഞാൻ കൊടുത്തൊരു സിനിമയാണ് ആവേശം. നെഗറ്റീവായിട്ടാണെങ്കിലും അതും സെയിം വേയിൽ എനിക്കും കാണുന്ന ആൾക്കാരെയും കിട്ടും. പിന്നെ ഓഫ് കോഴ്സ് പിന്നെ വ്യൂസ് ഒരു തരത്തിൽ ബാധിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാധിക്കുന്ന സെൻസ് കാണുന്ന ആളുകൾക്ക് കോസ്റ്റ്യൂം ഇട്ട് വരുന്ന സമയത്ത് കാണാനുള്ള ഒരു മോട്ടീവ് ഉണ്ടാവും. ഓക്കെ, കോക്കണ്ണം വന്നിരിക്കുന്നത് കോസ്റ്റ്യൂം ഇട്ടാണ്, അപ്പോൾ ഇതിലെന്തെങ്കിലും കാണും എന്നുള്ള ഒരു പ്രജുഡിസ് ആയിട്ട് ആൾക്കാരും കാണും. പിന്നെ ഇതൊന്നും ഞാൻ നേരത്തെ പറഞ്ഞ പ്ലാൻ ചെയ്തിട്ട് വന്നതല്ല. ഇത് ഗ്രാജ്വലി ഇങ്ങനെ വന്ന് പിന്നെ ഇത് ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പോഴിതൊരു ബാധ്യതയാണ്. കാരണം ചില സിനിമകൾക്ക് നമ്മൾ കോസ്റ്റ്യൂം ഇടുന്ന ആളുകൾ പ്രതീക്ഷിക്കും. പക്ഷേ ആളുകളുടെ എക്സ്പെക്ടേഷൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടി മനപ്പുറം ഇടാറില്ല. പക്ഷേ ആ സിനിമ അത് ഡിസേർവ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇരിക്കും. എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ലൈക്ക് ഈ ബാധ്യത എന്ന് പറഞ്ഞ പോലെ തന്നെ എന്നെ ഇപ്പോൾ ഞാൻ എന്നതിനേക്കാൾ ഉപരി ഞാൻ ഇങ്ങനത്തെ ഒരു ഇതിട്ട് വരുമ്പോഴാണ് ആളുകൾ കൂടുതൽ സ്വീകരിക്കുന്നത്, അതാണ് ആളുകൾക്ക് കൂടുതൽ ഇഷ്ടം എന്നുള്ളൊരു തോന്നൽ വന്നിട്ടുണ്ടോ? അതുണ്ട്, തീർച്ചയായിട്ടും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം പുഷ്പ 2 ഇറങ്ങിയ സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ 4 മണിയുടെ ഷോ ആണ് ഞാൻ കണ്ടത്. ഞാൻ തലേദിവസം തീരെ ഉറങ്ങാതെ സ്ട്രെയിറ്റ് ആയിട്ട് പോയിട്ടാണ് പുഷ്പ 2 കണ്ടത്. ഞാൻ ഉറങ്ങിപ്പോയി പറയാൻ മനുഷ്യനല്ലേ ഉറങ്ങിപ്പോയില്ലേ. കാരണം ഞാൻ തലേദിവസം തീരെ ഉറങ്ങാതെ പോയി കണ്ടത്. അപ്പോൾ ഉറങ്ങിപ്പോയൊരു സിനിമയുടെ റിവ്യൂ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ആൾക്കാർ സ്വാഭാവികമായിട്ടും പ്രതീക്ഷ ഉച്ചയാകുമ്പോഴേ റിവ്യൂ പ്രതീക്ഷയുണ്ട്. അങ്ങനെ ഞാൻ വീണ്ടും ആലോചിക്കണം, ഉറങ്ങാത്ത ഞാൻ പക്ഷേ ഉറങ്ങി, സിനിമ കാണുന്നിടയ്ക്ക് ഉറങ്ങി. പുഷ്പ 4 മണിക്ക് ഉറങ്ങി. പിന്നെ വീണ്ടും 11 മണിക്ക് ഷോയ്ക്ക് പോയി. വീണ്ടും കണ്ട് റിവ്യൂ ചെയ്യുമ്പോഴേക്ക് രാത്രിയായിപ്പോയി, ഒരു വൈകുന്നേരമായിപ്പോയി. അപ്പോഴേക്കും ആൾക്കാർ ഇതെവിടെ പുഷ്പ 2 എവിടെ? അപ്പോൾ ഞാൻ സാരി എടുത്ത് വരും, പിന്നെ ഞാൻ പുഷ്പയുടെ ഫിഗർ പിടിക്കും എന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ ആൾക്കാർക്ക് ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ഓൾറെഡി പുഷ്പ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കും അത് ചെയ്യണം തോന്നി. ഇനി അഥവാ അങ്ങനെ ചെയ്യേണ്ടത് തോന്നിയിട്ടുണ്ടായിരുന്നു ഞാൻ ചെയ്യുകയില്ലായിരുന്നു. പക്ഷേ അത് ഞാൻ ചെയ്തു. അപ്പോൾ അത്രയും ഒരു ആൾക്കാരിങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോഴുള്ള ആ ഒരു മൊമെൻറ്റം, ആ ഒരു പ്രഷർ സ്വാഭാവികമായിട്ടും ഉണ്ടാവും. ഈ കോസ്റ്റ്യൂമിന് വേണ്ടി ഒത്തിരി നടക്കേണ്ടവരാറുണ്ടോ? അതോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കോസ്റ്റ്യൂം തന്നെ വേണം ചെയ്യാൻ, ഇതൊക്കെ നമ്മുടെ കണ്ണിലോട്ട് എങ്ങനെ മനസ്സിലേക്ക് വരുമോ? അത് നാച്ചുറലി വരുന്നതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കങ്കുവയിൽ സൂര്യ ഒരു വുളൻ സ്വെറ്റർ ഇടുന്ന ഒരു സംഭവമുണ്ട്. അത് കുറേ സ്ഥലങ്ങളുണ്ടായിരുന്നു, മഞ്ഞമല പോലത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഭയങ്കര കോസ്റ്റ്ലിയാണ്. വുളൻ സ്വെറ്ററൊക്കെ ഭയങ്കര കോസ്റ്റ്ലിയാണ്. നമ്മൾ ബ്രാൻഡഡ് സാധനം ആയാലും അല്ലെങ്കിൽ കഴിഞ്ഞാലും കിട്ടാൻ പാടാം. അപ്പോൾ അതിലിട്ടപ്പോൾ എനിക്ക് ഏകദേശം തോന്നിയൊരു മാറ്റ് പോലത്തെ സാധനം, നമ്മൾ സാധാ ഡോർമാറ്റല്ലേ, അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്ത് അത് ഇട്ടു. അപ്പോൾ എനിക്കെന്ന് വെച്ചാൽ പെർഫെക്ഷൻ ആവശ്യമില്ല. സർക്കാസ്റ്റിക് ആകുമ്പോൾ എക്സാജറേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പെർഫെക്ഷൻ അല്ല ആവശ്യം. നമുക്ക് ആസ് സച്ച് അങ്ങനെ ഒരു കോസ്റ്റ്യൂം ആവശ്യമില്ല. നമുക്ക് അതിൻ്റെ റിസംബ്ലൻസ് ഉള്ള അതായിട്ട് സാമ്യമുള്ള മതി. അപ്പോൾ ഞാനത് കട്ട് ചെയ്തിട്ടു. എന്നിട്ട് അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു. എപ്പോഴെങ്കിലും ആൾക്കാർ വന്ന് പറയാറുണ്ടോ, അണ്ണ ഇച്ചിരിയും കൂടെ നമുക്ക് മറ്റേതാക്കാമായിരുന്നു, മുടി വെച്ച് കുറച്ചുകൂടെ മാറ്റായിരുന്നു, ഇങ്ങനത്തെ കാര്യങ്ങൾ ആൾക്കാർ പറയാറുണ്ട്? അല്ല, എന്നെ കൊണ്ട് പറ്റുമെന്നെ മാക്സിമം ചെയ്യുന്നത്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ ബോധറാവാറില്ല. കാരണം അതിൽ കൂടുതൽ നന്നാക്കാൻ പറ്റില്ല. കാരണം ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ. കാരണം എനിക്ക് പിറ്റേന്ന് പുറത്തിറങ്ങി നടക്കണ്ടേ. കാരണം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബറോസ് വന്ന സമയത്ത് എല്ലാ ആൾക്കാരും എക്സ്പെക്ട് ചെയ്ത് ഞാൻ മുട്ടയടിക്കുന്നു. അങ്ങനെ ആൾക്കാരെ വാക്കും കേട്ട് മുട്ടയെടുത്ത് പിന്നെ മുടി വന്നില്ല എന്ത് ചെയ്യും? കാരണം അല്ല, അങ്ങനെ സംഭവിച്ച ഹിസ്റ്ററി ഉണ്ട്. അല്ല, മുട്ടയടിച്ച് മുടി വരാത്ത ഹിസ്റ്ററി ഉണ്ട്. ഇപ്പം ഇത്രയും സ്റ്റഡി ഫോളോവേഴ്സ് ഉള്ള ഒരാൾ, ആളുകൾ കാണുന്ന ഉറപ്പുള്ള ഒരാൾ ഇപ്പോഴും കൊളാബ്സ് എടുക്കും. പലതരമായിട്ട് എനിക്ക് താല്പര്യമില്ല എന്ന് പറയുന്നവരുടെ പോലും പേജുകളിൽ ചെന്ന് കഴിയുമ്പോൾ ചില ബ്രാൻഡുകളും അവരുടെ കൊളാബ്സ് എല്ലാം കാണാറുണ്ട്. പക്ഷേ അശ്വന്തിൻ്റെ പേജിൽ ഒരിക്കലും കൊളാബ് ഞാൻ കാണാത്തതാണോ അതോ എടുക്കാത്തതാണോ? എടുക്കാത്തതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ആളുകൾ അത്രയും, ഞാൻ നേരത്തെ പുഷ്പയുടെ കാര്യം പറഞ്ഞില്ലേ, അത്രയും എക്സൈറ്റഡ് ആയിട്ട് ക്യൂരിയസ് ആയിട്ട് അവേഴ്സ് വെയിറ്റ് ചെയ്ത് വീഡിയോ പിന്നെ കാണാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യുക.
അപ്പോൾ ഞാൻ ഹായ് വളച്ചൻ കോക്കെന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും കമ്പനീൻ്റെ ഇത് പറയുകയാണെങ്കിൽ ആൾക്കാരെ മൂഡ് പോയില്ലേ, എൻ്റെ മൂടും പോവും. അങ്ങനെ പൈസയ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ എനിക്ക് സീരിയസ്ലി ഞാൻ പറയാം, അപ്പോൾ ഒരു പല കമ്പനീസും എനിക്ക് വൻ എമൗണ്ട് ഓഫർ ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഒരു വീഡിയോക്ക് പെർ 50,000 അതിന് മോളൊക്കെ ഓഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു 10 വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ 5 ലക്ഷം രൂപയായി മാസം. പക്ഷെ അത് ഞാൻ വേണ്ടാന്ന് വെക്കുന്നത്, അത് ഞാൻ ആ ഒരു ടെമ്പറമെൻറ്റ് നഷ്ടപ്പെടാൻ പാടില്ല. ഞാൻ ആരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാറില്ല, ബെല്ലൈക്കൺ ഞെക്കാൻ പറയാറില്ല, വീഡിയോ കാണുന്ന പറയാറില്ല. ഞാനൊരു കാര്യം ചെയ്യുന്നു, അത് ഫ്രഷായിട്ട് ഫ്രം 0.00 മുതൽ എൻ്റെ കോണ്ടൻ്റ് ആയിരിക്കണം. അതിൽ വേറെ ആരെയും എത്ര പൈസ തന്നാലും ഞാൻ സ്പേസ് കൊടുക്കില്ല. ഇപ്പോൾ ചിലരൊക്കെ പറയാറുണ്ട്, ഇപ്പം പൈസ മേടിച്ചിട്ട് റിവ്യൂ ചെയ്യുന്ന ആളുകളെ കുറിച്ച് പറയാറുണ്ട്, കാശ് കൊടുത്ത നെഗറ്റീവ് പറയും, ഇഷ്ടമുള്ളവർക്ക് വേണ്ടി പോസിറ്റീവ് പറയും. എന്തെങ്കിലും ഒരിക്കൽ ഈ ഒരു സമയത്ത് ഇഷ്ടമുള്ളൊരു നടൻ്റെ സിനിമ വന്നു കഴിഞ്ഞപ്പോൾ ഹാർഷായിട്ട് പറയാതിരിക്കുക, അല്ലെങ്കിൽ അതിനെ ട്രൂ ആയിട്ട് കീറിമുറിക്കാതിരിക്കുക, അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്തൊരു നടൻ വരുമ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഒരിക്കലും? ഇല്ല. കാരണം ഞാൻ എപ്പോഴും പറഞ്ഞു, ഞാൻ ഒരു ക്ലീൻ സ്ലേറ്റാണ്. ഞാൻ സിനിമ കാണാൻ പോകുന്ന സമയത്ത് അവിടെ ഇന്ന നടൻ, ഇന്ന നടി, ഇന്ന പ്രൊഡ്യൂസർ, ഇന്ന ഡയറക്ടർ ഒന്നുമില്ല. സിനിമ കാണാൻ പോകുമ്പോൾ ഒരു ഫ്രഷ് ആയിട്ടുള്ളൊരു കോണ്ടൻറ്റ് കാണുന്നു, അതിൽ എനിക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് അത് പറയുന്നു. അതിൽ യാതൊരു വിധത്തിലുള്ള കൺസിഡറേഷനും ഇല്ല. പിന്നെ ഞാൻ റിവ്യൂ പറയാതിരുന്നിട്ടുണ്ട്. അത് ഞാൻ പറയാനുണ്ട് ഒമർ ലുലുവിൻ്റെ സിനിമയ്ക്ക് പറയാതിരുന്നിട്ടുള്ളത്. അത് നിങ്ങളെ ചോദിക്കുന്ന, ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, ഞാൻ അങ്ങോട്ട് പറയണം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി എനിക്കൊരു 2014-15 മുതൽ അറിയാം. അപ്പോൾ നമുക്ക് അത്രയും ഫെമിലിയറൈസുള്ള ഒരാളെ സിനിമയുടെ റിവ്യൂ പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അത് ഒന്നുകിൽ പറയാതിരിക്കുക, ഇല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ആസ് ഓൾവേസ് ഞാൻ ചെയ്യുന്ന പോലെ അതെന്താണ് എനിക്ക് ഫീൽ ചെയ്ത് പറയാമെന്നുള്ളത്. അപ്പോൾ അങ്ങനെ പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അത് ചിലപ്പോൾ പുള്ളി ഹേർട്ടാവുമായിരിക്കും, അല്ലെങ്കിൽ പുള്ളിയുടെ സിനിമയും ബാധിക്കുകയായിരിക്കും. അപ്പോൾ അതൊരു എക്സെപ്ഷണൽ കേസാണ്. അത് ഞാൻ പുള്ളിയെ പണ്ടേ പരിചയപ്പെട്ടു പോയി. ഓക്കെ, അതിനി ടൈം ട്രാവൽ ചെയ്തിട്ട് പരിചയപ്പെടാതിരിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അത് അങ്ങനെ സംഭവിച്ചു പോയി. അപ്പോൾ ഈ ഒരു ആളുടെ സിനിമ മാത്രം ഞാൻ പറയാറില്ല. പക്ഷെ മേ ബി ഇൻ ഫ്യൂച്ചർ ചിലപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ 100% എനിക്ക് ബ്രൂട്ടലി ഓണസ്റ്റ് ആയിട്ടേ പറയുള്ളൂ. പക്ഷേ സോഫാർ ഞാൻ പിന്നെ വീഡിയോ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ പറയാതിരുന്നിട്ടുള്ളത് ഒമർ ലുലുവിൻ്റെ സിനിമയുടെ റിവ്യൂ മാത്രമാണ്. പക്ഷേ നിങ്ങൾ വളരെ ചൂസിയാണ്. ഇപ്പോൾ നമ്മൾ എല്ലാ സിനിമയുടെ റിവ്യൂ നിങ്ങൾ പറയാറില്ല. നിങ്ങൾക്ക് വളരെ സ്പെഷ്യലാണെന്ന് തോന്നുന്നതും ചില സമയങ്ങളിൽ നമ്മൾ എടുക്കത്തില്ല എന്ന് വിചാരിക്കുന്ന ചെറിയ സിനിമകളുടെ റിവ്യൂ നിങ്ങൾ പറയാറുണ്ട്. അതായത് വലിയ സിനിമകൾ ഓടുന്ന സമയത്ത് തന്നെ ശ്രദ്ധിക്കാതിരുന്നത്, ഞാൻ അങ്ങനെ എനിക്ക് പേരെടുത്തപ്പോൾ കിട്ടുന്നില്ല, പക്ഷെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ആ ചെറിയ സിനിമകൾ അതെടുത്ത് പറയാറുണ്ട്. അപ്പോൾ അത് ചൂസ് ചെയ്യുന്ന പ്രക്രിയ എന്താണ്? അതിന് കുറേ ക്രൈറ്റീരിയസ് ഉണ്ട്. ഒന്ന്, പിന്നെ സിനിമയുടെ ഒരു വാല്യൂ ഉണ്ട്, ഒരു തിയേറ്റർ വാച്ച് വാല്യൂ. അത് പ്രധാനമായിട്ടും ഇപ്പോൾ വലിയ സ്റ്റാർ കാസ്റ്റുള്ള വലിയ പ്രൊഡക്ഷൻ്റെ വലിയ ഡയറക്ടേഴ്സിൻ്റെ സിനിമ സ്വാഭാവികമായിട്ടും എല്ലാവരും ശ്രദ്ധിക്കും, നമ്മൾ കാണും. പിന്നെ ചെറിയ സിനിമകൾ എന്ന് പറയുന്ന സമയത്ത് ആ സിനിമയുടെ ജോൺറേ, ഇപ്പോൾ കുട്ടികളുടെ സിനിമ പല്ലൊട്ടി 90s കിഡ്സ് എന്ന് പറഞ്ഞ സിനിമ, വേറെ ഒരു സിനിമ അജോക്ക് അഭിനയിച്ച സിനിമയുണ്ട്, പേരും മറന്നു. അപ്പോൾ ഈ സിനിമകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും തിയേറ്ററിൽ ഇടിച്ചു കയറി കാണുന്ന സിനിമകളല്ല. പക്ഷെ ഇത് കണ്ടാൽ കൊള്ളാം എന്ന് എനിക്ക് പേഴ്സണൽ ഉള്ളതുകൊണ്ട് ഞാൻ പോയി കാണാറുണ്ട്. പിന്നെ ചില സിനിമകൾ ഞാൻ കാണാറേ ഇല്ല, കാരണം അത് കാണേണ്ട ആവശ്യമില്ല. ഒന്നാമതായിട്ട് കാണേണ്ട ആവശ്യം എനിക്കുമില്ല, അതിൻ്റെ റിവ്യൂ കാണേണ്ട ആവശ്യം നാട്ടുകാർക്കും ഇല്ല. പിന്നെ ഞാൻ വെറുതെ പോയിട്ട് ഇതിന് സമയം കളയണോ? പിന്നെ അവരുടെ ആവശ്യം എന്താ അറിയോ, ഈ പറഞ്ഞ ആളുകൾ എന്നെ വിളിക്കാറുണ്ട്. ഇവർ വിളിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് നെഗറ്റീവ് പറഞ്ഞാലും കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും ഇവരുടെ സിനിമ കൂടെ ഒരു സിനിമയാണെന്ന് അവർക്കെങ്കിലും ബോധ്യപ്പെടണം, പിന്നെ കാണുന്ന ആൾക്കാർക്കും ബോധ്യപ്പെടണം. അപ്പോൾ അറ്റ്ലീസ്റ്റ് എൻ്റെ റിവ്യൂ ലിസ്റ്റിലെങ്കിലും ഇവരുടെ സിനിമ വന്നു കഴിഞ്ഞാൽ ഞങ്ങളും ചെയ്തൊരു സിനിമയാണ്, ഷോർട്ട് ഫിലിം അല്ല എന്നുള്ളത് അവർക്ക് ഒരു സെൽഫായിട്ടൊരു ബിലീവ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് അവർ ആവശ്യപ്പെടാറുണ്ട്. പക്ഷേ ഞാനതിന് നിൽക്കാറില്ല, കാരണം അതിൻ്റെ ആവശ്യമില്ലല്ലോ. സൗഹൃദത്തെക്കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്, യു ഗിവ് വാല്യൂ ടു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളൊരു കാര്യമുണ്ട് അതിൽ. ഇപ്പം പ്രൊമോഷണൽ ഇൻ്റർവ്യൂസിന് നമ്മൾ ഈ ഒരു ഫീൽഡിൽ നിൽക്കുമ്പോൾ നമ്മളിതെല്ലാം കാണും. അതിൽ മിക്കവാറും ഇൻ്റർവ്യൂസിൽ വരുന്നൊരു പേരാണ് അശ്വന്ത് കോക്ക്. എനിക്ക് തോന്നാറുണ്ട്, അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കാറുണ്ട്, ഇസ് ഇറ്റ് ബിക്കോസ് ഒരു കണക്ട് കിട്ടാൻ വേണ്ടിയിട്ടാണോ, ബ്രൂട്ടലായിട്ട് ഓണസ്റ്റ് ആയിട്ടൊരു റിവ്യൂ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണോ അദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഇത് കണ്ടു കഴിയുമ്പോൾ ശരിക്കും അശ്വന്ത് കോക്ക് എന്ന് പറയുന്ന വ്യക്തി എന്താണ് ചിന്തിക്കുന്നത്, അവരൊരു സുഹൃത്ത് ബന്ധം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതായിട്ട് തോന്നാറുണ്ടോ, അല്ലെങ്കിൽ മൈൽഡ് ആക്കാൻ വേണ്ടിയിട്ടാണോ അങ്ങനെ പറയുന്നത്, അങ്ങനത്തെ ഫീലിങ്സ് വരാറുണ്ടോ? രണ്ട് തരം ആൾക്കാരുണ്ട്. ഒന്ന് വളരെ നാച്ചുറലി ഓണസ്റ്റായിട്ട് എൻ്റെ അടുത്ത് താല്പര്യമുള്ളത് കൊണ്ട് എൻ്റെ സംസാരിക്കുന്ന ആൾക്കാരുണ്ട്, അത് ഇൻക്ലൂഡിങ് ലെജൻഡായിട്ടുള്ള ആൾക്കാരോട് സംസാരിക്കാറുണ്ട്. അല്ലാതെ ഇങ്ങനെ ഇൻറ്റൻഷനലി പിന്നെ ഒരു പാലിട്ട് കഴിഞ്ഞാൽ ഒന്ന് മയപ്പെടുത്താം എന്ന് വിചാരിച്ച് വരുന്ന ആൾക്കാരുണ്ട്. സംഭവം സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടാൾക്കാരെയും അടുപ്പിക്കാറില്ല. കാരണം ഞാൻ ചെയ്യുന്ന പണി അതാണല്ലോ. ഇപ്പം നാളെ നിങ്ങളൊരു സിനിമ ഡയറക്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഓൾറെഡി പരിചയമുണ്ടെന്ന് വെച്ചിട്ട് എനിക്കതിൽ മൈൽഡ് ആവാനോ അതിലെനിക്ക് ഡിസോണസ്റ്റായിട്ട് സംസാരിക്കാൻ പറ്റില്ല. അപ്പം സ്വാഭാവികമായിട്ടും അത് എൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന നിലയ്ക്ക് ഞാൻ അങ്ങനെ സംസാരിച്ചിട്ട് ആളുകളുടെ സിനിമ പോലും
ഞാൻ പിന്നെ ഓണസ്റ്റായിട്ട് എനിക്ക് ബാഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ 1-2 വട്ടം കുറച്ച് ആളുകളെ പറയുമ്പോഴേ അവർക്ക് മനസ്സിലായി ഈ പരിപാടി നടക്കില്ല എന്നുള്ളത്. വെറുതെ ഇവൻ്റെ പുറകെ നടന്നിട്ട് കാര്യമില്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് ഓൾറെഡി ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആളുകൾക്ക് ഇപ്പോൾ അങ്ങനെ സമീപിക്കാറില്ല. പിന്നെ ഞാനിപ്പോൾ പിന്നെ വലിയ രീതിയിൽ ഇവരെ എൻ്റർടൈൻ ചെയ്യാറില്ല. ലൈക്ക് അത് ഞാൻ വേറെ ഒരു പൊസിഷനിൽ നിൽക്കുന്നതുകൊണ്ടൊന്നുമല്ല. എനിക്ക് മനസ്സിലായി ഇതിലൊന്നും വലിയ കാര്യമില്ല. നമ്മളിപ്പോൾ അവരവരെ ജോലി ചെയ്യുന്നു, നമ്മളെ ജോലി ചെയ്യുന്നു. അപ്പോൾ അത് ആ രീതിക്ക് പോകുന്നുള്ളേ ഉള്ളൂ. സൗദി വെള്ളക്ക എന്ന് പറയുന്നത് തരുൺ മൂർത്തിയുടെ സിനിമ. അപ്പോൾ ആ സിനിമയുടെ റിവ്യൂ ഇറങ്ങിയ സമയത്ത് ഞാൻ എനിക്കറിയാൻ വേണ്ടി ഞാൻ വന്ന് കണ്ടതാണ്. അപ്പോൾ ഒരുപാട് പേര് പോസിറ്റീവായിട്ട് പറഞ്ഞൊരു സിനിമയാണെങ്കിലും താങ്കളുടെ റിവ്യൂവിൽ അത് നോട്ട് അപ് ടു ദി മാർക്ക്, ആ ഒരു ടൈപ്പ് ഓഫ് ഒരു നെഗറ്റീവ് റിവ്യൂ ആയിരുന്നു അവിടെ കിട്ടിയത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പം അദ്ദേഹത്തിന് പുതിയ സിനിമ വരികയാണ്, തുടരും എന്ന് പറയുന്ന സിനിമ വരികയാണ്. അപ്പോൾ യു ആർ എ മോഹൻലാൽ ഫാൻ. അപ്പോൾ അന്നത് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ഈ ഒരു സിനിമയിലേക്ക് വരുന്ന സമയത്ത് ആസ് എ മോഹൻലാൽ ഫാൻ എത്രത്തോളം എക്സ്പെക്ടേഷൻസ് ഉണ്ട് ഈ ഒരു സിനിമ വരുന്ന സമയത്ത്? നല്ല എക്സ്പെക്ടേഷൻ ഉണ്ട്. ഒന്നാമത് തരുൺ മൂർത്തി ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ്. പുള്ളിയുടെ സൗദി വെള്ളക്ക സിനിമ ഞാൻ അതിന് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം അവർ ആ സിനിമയെ ട്രീറ്റ് ചെയ്തിരിക്കുന്നു, അവരത് മാർക്കറ്റ് ചെയ്തിരിക്കുന്നതൊക്കെ ആ ഒരു സ്ത്രീയുടെ അതിൽ നിങ്ങൾ കണ്ടായിരിക്കുമല്ലോ സിനിമ, അവർ ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ എനിക്ക് പേഴ്സണലി എനിക്ക് സിമ്പതി പെട്ടെന്ന് എനിക്ക് തീരെ വാക്കാവാത്തൊരു ഇമോഷനാണ് സിമ്പതി. എനിക്ക് അങ്ങനെ പെട്ടെന്ന് സിമ്പതി തോന്നില്ല. പ്രത്യേകിച്ച് ഒരു സ്ത്രീ, പ്രായമുള്ളൊരു സ്ത്രീ ഇങ്ങനെ കഷ്ടപ്പെടുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഏജ്, ജെൻഡർ, അതുപോലെ തന്നെ കുട്ടികൾ, പ്രായമായവർ അങ്ങനെ ഞാൻ നോക്കാറില്ല. അവർ ചെയ്ത കാര്യം അതിൻ്റെ മെറിറ്റ് മാത്രമേ നോക്കാറുള്ളൂ. പക്ഷേ അതിൻ്റെ അർത്ഥം തരുൺ മൂർത്തി ഒരു പിന്നെ മോശം സംവിധായകനാണെന്നോ ആ സിനിമ അത്രയും മോശമാണ്. അത് നാഷണൽ അവാർഡ് വിന്നിങ് സിനിമയാണ്. അപ്പോൾ തരുൺ മൂർത്തിക്ക് നന്നായിട്ട് പണിയറിയാം. ലാലേട്ടനെ പോലത്തെ ഒരാളെ കൈ കിട്ടിക്കഴിഞ്ഞാൽ പുള്ളി അത് പണിതിരിക്കുമെന്ന് എനിക്ക് നല്ല രീതിക്കുള്ള ഒരു ഹോപ്പുണ്ട്. അതുപോലെ തന്നെയുള്ള ഞാൻ ശ്രദ്ധിച്ചൊരു റിവ്യൂ ആണ് ആസിഫ് അലിയെക്കുറിച്ച് പറയുന്നത്. ഒരു സമയത്ത് നിങ്ങൾ പറഞ്ഞതാണ് ഒരു ഗ്യാരണ്ടി ഇല്ലാത്തൊരു നടൻ എന്നുള്ള രീതിയിൽ ആസിഫ് അലിയെക്കുറിച്ച് സംസാരിച്ചു. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഗ്യാരണ്ടി ഉള്ള നടന്മാരിൽ ഒരാളായിട്ടാണ് ആസിഫ് അലി വരുന്നത്. വളരെ ബ്രൂട്ടലായിട്ടാണ് അശ്വന്ത് റിവ്യൂയിലേക്ക് വരിക. യു നെവർ ഹോൾഡ് ബാക്ക്. പറയാനുള്ള കാര്യങ്ങൾ നേരെ എന്ത് മനസ്സിൽ വരുന്നു ആ ഒരു നിമിഷം ആലോചിച്ചിട്ട് സംസാരിച്ചിട്ട് ആലോചനയാണോ എന്ന് വരെ ആളുകളെ കൊണ്ട് ചോദിപ്പിക്കാറുണ്ട് താങ്കൾ. അപ്പോൾ ഇപ്പം ആ ഒരു സമയത്ത് ആസിഫ് അത് കേൾക്കുന്ന, അല്ലെങ്കിൽ ആസിഫിൻ്റെ സ്ഥാനത്ത് ആരും ആയിക്കൊള്ളട്ടെ, അത് കേൾക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലും സ്വയം തോന്നാറില്ല? ഇപ്പോൾ സിമ്പതിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാവുന്നു അത്, എന്നാലും ഒരാളെ അടിച്ച് ആക്ഷേപിക്കുന്ന പോലെയുള്ളൊരു സംസാരം വരുമ്പോൾ, അങ്ങനത്തെ വന്നു കഴിയുമ്പോൾ അത് അയാൾ മാനസികമായിട്ട് അയാളെ തകർക്കത്തില്ലേ എന്നുള്ളൊരു ചിന്ത, അത് തെറ്റാണെന്നുള്ളൊരു ചിന്ത, ഇതൊക്കെ എപ്പോഴെങ്കിലും വരാറുണ്ടോ? ഇല്ല, ദർ ഈസ് നത്തിങ് പേഴ്സണൽ. ഇപ്പം ആസിഫ് അലി എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ ഞാൻ ഒരു ദിവസം രാവിലെ ഇരുന്നിട്ട് ക്യാമറ ഓൺ ചെയ്തിട്ട് ആസിഫ് അലി എന്നാൽ പറയാമെന്ന് വെച്ചിട്ട് പറയുന്നതല്ല. ഞാൻ ചെയ്യുന്നത് ഓൺ ദ ബേസിസ് ഓഫ് ഹിസ് ഫിലിം. ആ സിനിമ കാണുന്ന സമയത്ത് ആസിഫ് അലി ഒരിക്കലും ഒരു മോശം നടനല്ലോ. അപ്പോൾ അതിലെനിക്ക് വിഷമമില്ല. കാരണം ഞാൻ ഒരു കോണ്ടന്റിനെ ബേസ് ചെയ്തിട്ടല്ല ഞാൻ പറയുന്നത്. അല്ലാതെ ചുമ്മാ ഞാൻ ക്യാമറ ഓൺ ആക്കിയിട്ട് ഒരാളെ കുറിച്ച് ഇരുന്നങ്ങ് പറയല്ലോ. അപ്പോൾ ഞാൻ സിനിമയെ ബേസ് ചെയ്തിട്ട് പറയുന്ന സമയത്ത് എനിക്ക് അതിൽ പ്രത്യേകിച്ച് ഫീലിങ്സ് ഒന്നും തോന്നാറില്ല. ഇല്ലേ പിന്നെ അവർ സിനിമ ചെയ്യാതിരിക്കുക, എന്നാൽ പറയാതിരിക്കുക. നമ്മൾ ഓരോ വർഷവും നമ്മൾ മാറിക്കൊണ്ടിരിക്കുക. ലൈക്ക് എവറി ഇയർ, ഇപ്പോൾ 30 വയസ്സ്, 35 വയസ്സ്, 40 എല്ലാത്തിലും വരുമ്പോൾ നമുക്ക് കാഴ്ചപ്പാടിന് വ്യത്യാസം വരികയാണ്. നമ്മൾ പുതിയ ആളുകളെ കാണുകയാണ്. ഒരുപാട് സിനിമകൾ ഒരു വർഷം തന്നെ കാണുകയാണ്. അപ്പം നമ്മുടെ അഭിപ്രായങ്ങൾ മാറും, നമ്മൾ കാണുന്ന കാഴ്ചകളുടെ ഡെഫിനേഷൻസ് മാറും. അങ്ങനെ വരുന്ന സമയത്ത് റിവ്യൂവിൽ അശ്വന്തിന് എന്തെങ്കിലും തരത്തിലുള്ളൊരു മാറ്റം സ്വയം വന്നു എന്നുള്ളൊരു വ്യത്യാസം, അല്ലെങ്കിൽ ഞാൻ എൻ്റെ റിവ്യൂ ചെയ്യുന്ന രീതി മാറി എന്നൊരു തോന്നലുണ്ടായിട്ടുണ്ടോ? ഉണ്ട്. ഇപ്പോൾ ഞാൻ പണ്ട് ഞാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ ആശാൻ്റെ നെഞ്ചത്തിൽ കളറിക്ക് പുറത്ത് പറഞ്ഞ പോലെയായിരുന്നു. ഞാൻ ബേസിക്കലി ഐ ആം എൻ എക്സ്ട്രീമിസ്റ്റ്. അത് ആറാട്ടം തന്നെ പറഞ്ഞു, അശ്വന്ത് എക്സ്ട്രീമിസ്റ്റാണ് എന്നൊക്കെ ആറാട്ടം പറഞ്ഞിട്ടുണ്ട്. കാരണം അല്ല, പുള്ളിക്ക് അത്യാവശ്യം ബോധമുണ്ട്, അതുകൊണ്ട് പുള്ളി പറഞ്ഞത് ഞാൻ എക്സ്ട്രീമിസ്റ്റ് ആണെന്ന്. ഞാനൊരു സിനിമ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് നെഗറ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവ്, ഇതിൻ്റെ ഒരു മീഡിയോക്കർ ഒരു ഇൻ ബിറ്റ്വീൻ പരിപാടി എനിക്ക് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഞാൻ കുറച്ചുകൂടെ ചില സിനിമകൾ ഓക്കെ ഇത് അത്രയ്ക്ക് അങ്ങ് നെഗറ്റീവ്, എക്സ്ട്രീം നെഗറ്റീവ് അല്ല, എക്സ്ട്രീം പോസിറ്റീവ് അല്ല, കുറച്ചൊരു ബാലൻസ്ഡ് ആണ് എന്ന് എനിക്ക് തോന്നുന്ന സിനിമകൾ ഞാൻ ആ രീതിയിൽ തന്നെ പറയാറുണ്ട്. എൻ്റെ പഴയ റിവ്യൂസ് എടുത്ത് നോക്കിയാൽ കാണാം അങ്ങനത്തെ ഒരു പരിപാടിയില്ല. ഒന്നുകിൽ ഈ സിനിമ ഗംഭീര സിനിമ, ഇല്ലെങ്കിൽ കൂതറ സിനിമ, ഈ 2 റേഞ്ചിനെ ഞാൻ പറയാറുണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ കാലക്രമേണ എനിക്ക് തന്നെ തോന്നി എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള എക്സ്ട്രീമിസം ഇതിലേക്ക് വരുത്തുണ്ടല്ലോ. ചില കുറച്ച് ഒരു ബാലൻസ്ഡ് ആയിട്ട് പോകുന്ന സിനിമകൾ ബാലൻസ്ഡ് ആയിട്ട് തന്നെ പറയാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. അത് ഈവൻ ക്യാപ്ഷൻ്റെ പോലും ഞാനത് കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. അതാണ് ഞാൻ വരുത്തിയിട്ടുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത്. അപ്പോൾ അത് ആളുകൾക്ക് ഡിസൈഡ് ചെയ്യും. പിന്നെ ആളുകളിൽ സിനിമ കാണാൻ വേണ്ടിയുള്ള ആളുകളുടെ താല്പര്യമല്ലേ. ഞാൻ സത്യം പറഞ്ഞ ആളുകൾക്ക് ഒരു മറ്റേ എന്താ പൊതുജന താല്പര്യാർത്ഥം മറ്റേ സർവീസ് ഒന്നുമല്ല ഞാൻ ചെയ്യുന്നത് എനിക്ക് ഒരു സിനിമ കണ്ട് തോന്നുന്ന അഭിപ്രായം പറയുന്നു. അത് ആളുകൾ എന്തെടുത്ത് കഴിഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല. അശ്വന്തിൻ്റെ റിവ്യൂ വന്നോ, അത് കഴിഞ്ഞിട്ട് പോവാമെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾ വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്യുകയാണ് ആളുകളെ എന്നുള്ളൊരു പോയിന്റ് ഇല്ലേ അവിടെ? അല്ല, അത് നാച്ചുറലി ഇൻഫ്ലുവൻസ്ഡ് ആവുന്നതാണ്. കാരണം ഭൂരിപക്ഷം ആളുകളുടെ ടേസ്റ്റിനോട് എൻ്റെ ടേസ്റ്റ് ചേർന്ന് നിൽക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ആളുകൾ ഇതിൻ്റെ ഒരു പ്രോബബിലിറ്റി ഉണ്ടല്ലോ,
റിപ്പീറ്റഡ്ലി ഒരേ കാര്യം റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ആളുകൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ അങ്ങനെ ആളുകൾ സ്വയം ചൂസ് ചെയ്യുന്നതാണ്. അത് ഞാൻ അവരുടെ അടുത്ത് ഒരു സിനിമയ്ക്ക് റിവ്യൂക്കകത്ത് ഞാൻ സിനിമ കാണണമെന്നോ കാണണ്ടെന്നോ ഞാൻ പറയാറില്ല. ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നു, ബാക്കി അത് പറയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഓക്കെ അത് ആളുകൾ എടുത്തോട്ടെ. അത് ഞാൻ അത് ചെയ്ത് കഴിഞ്ഞോടെ എൻ്റെ പണി കഴിഞ്ഞു. പിന്നെ ആളുകളുടെ കാര്യം ആളുകൾ നോക്കുക, അത്രേ ഉള്ളൂ.